സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥനാപൂർവം ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകജാതനായ ഈശോയെ ഞങ്ങൾക്ക് രക്ഷകനും ദൈവവും കർത്താവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈശോയെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഞങ്ങളുടെ കൂടെ വസിച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങ് കാൽവരിയിലെ കുരിശിൽ യാഗമായി തീർന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായി ഞങ്ങളുടെ കൂടെ വസിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയുടെ സമയം മുഴുവനും അങ്ങയുടെ ദിവ്യമായ കൃപാവരം ഞങ്ങളെ എന്നേക്കും നയിക്കുമാറാകട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിച്ച സുവിശേഷ വചനത്തിൻ്റെ തുടർച്ച എന്ന വണ്ണം യേശുവിൻ്റെ പ്രബോധനങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ തുടർച്ചയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കിയ ഒരു വലിയ സത്യം ഇങ്ങനെയായിരുന്നു: സുവിശേഷത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ദൈവീക രഹസ്യങ്ങളുടെ നിക്ഷേപം എന്നാണ് ഈ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ദൈവവചന ഭാഗങ്ങളെ യോഹന്നാൻ ശ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏകദേശം 7 ഇടങ്ങളിലായിട്ടാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ദൈവീക രഹസ്യങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ മർമ്മങ്ങളെ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നതിലൂടെ ഈശോ താൻ പിതാവിൻ്റെ പ്രതിരൂപമാണെന്നും ദൈവത്തിൻ്റെ ഏകജാതനാണെന്നും താൻ ദൈവപുത്രനാണെന്നും അവിടുന്ന് ജനത്തോട് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്. പിതാവ് അയച്ചിരിക്കുന്ന ഏകജാതൻ ഞാനാണെന്നും ആ ഏകജാതനായ ഞാൻ പിതാവിൻ്റെ ഹിതം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. ഞാൻ വന്നിരിക്കുന്നത് ഭൗമികമായിട്ടുള്ളൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആദിമാതാപിതാക്കളുടെ പാപത്തിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ദൈവീക ജീവൻ കൃപ നിങ്ങൾക്ക് തിരിച്ചു തന്ന് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് എന്നുള്ള സത്യം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അങ്ങനെ ഈശോ നമ്മോട് പറഞ്ഞു, നിന്റെ ആത്മാവ് നശിക്കാതിരിക്കണമെങ്കിൽ നിനക്ക് നിത്യജീവൻ്റെ അപ്പം ആവശ്യമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മർമ്മപ്രധാനമായ പ്രബോധനം ഈശോ അവരെ പഠിപ്പിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ജീവൻ്റെ അപ്പമാണ്.
അപ്പോൾ നിത്യജീവൻ വേണമെങ്കിൽ വിശുദ്ധ കുർബാന നമുക്ക് വേണമെന്ന് സാരം. രണ്ടാമതായി ഈശോ അവരെ പഠിപ്പിച്ചു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശം അന്ധകാരത്തിലിരിക്കുന്നവർക്ക് വഴിവിളക്കാകുന്ന, ദീപശിഖയാകുന്ന ദൈവത്തെപ്പറ്റിയുള്ള ചിന്തയാണ്. ദൈവവചനം വേണം. ദൈവവചനമാകുന്ന ദീപശിഖ, വഴിവിളക്ക്, പാദങ്ങൾക്ക് വെളിച്ചം പകരുന്നത്. ആ വഴിയിലൂടെ നീ നടന്നാൽ സ്വർഗത്തിൽ നിനക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് ഈശോ പഠിപ്പിച്ചു. മൂന്നാമതായി ഈശോ നമ്മളെ പഠിപ്പിച്ചത്, ഞാനാണ് യഥാർത്ഥ വാതിൽ. മറ്റു വഴിക്ക് വരുന്നവരെല്ലാം കള്ളനും കവർച്ചക്കാരുമാണ്. ഇത്രയും നാൾ നിങ്ങളെ കവർന്നു കൊണ്ടുപോയത് പിശാചും പിശാചിൻ്റെ അനുയായികളുമാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള വാതിൽ ഞാനാണ്. ആടുകളെ സംരക്ഷിച്ച് കൊണ്ടു നടക്കുന്ന, പിതാവിങ്കലേക്ക് എത്തിക്കുന്നവൻ ഞാനാണ്. ഞാനല്ലാത്ത ഏതു വാതിലിലൂടെ ഒരുവൻ പ്രവേശിച്ചാലും അവൻ കള്ളനും കവർച്ചക്കാരനുമാണെന്ന് ഈശോ വ്യക്തമായിട്ട് ജനത്തെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തുടർന്ന് ധ്യാനിക്കുന്നത് നാലാമത്തെ ദൈവിക പ്രബോധനത്തെ പറ്റിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ തുടർച്ചയെന്ന വണ്ണം നമ്മളെ പഠിപ്പിക്കുന്നു, ഞാനാണ് യഥാർത്ഥ ഇടയൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. ഈ തിരുവചനത്തിൽ ഈശോ ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മളെ വേർതിരിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു സാധാരണ ഇടയനല്ല, മറിച്ച് ഞാൻ നല്ല ഇടയനാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അക്കാലയളവിൽ ആടുകളെ മേയിക്കുന്ന ഇടയന്മാർ എല്ലാവരും നല്ലവരായിരുന്നില്ല. എല്ലാവരും നല്ല ഇടയന്മാരായിരുന്നില്ല. ചില ഇടയന്മാർ ആടുകളോട് സ്നേഹമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ കൂലിക്കാരെ പോലെ, കൂലിവേലക്കാരെ പോലെ ആടുകളോട് സ്നേഹമില്ലാതെ അവയോട് പെരുമാറുകയും അവയെ അവഗണിക്കുകയും ശ്രദ്ധിക്കാതിരിക്കുകയും ഭക്ഷണം കൊടുക്കാതിരിക്കുകയും മേയ്ക്കാൻ കൊണ്ടുപോകാതിരിക്കുകയും അവസാനം അവയെ വന്യജീവികൾ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആടുകളെ വിട്ട് ഓടിപ്പോവുകയും ചെയ്യുന്ന കൂലിവേലക്കാരായിട്ടുള്ള ഇടയന്മാരെ ഈശോ തന്നിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുകയാണ്. ഈശോ പറഞ്ഞു, അവർ ഇടയന്മാരാണ്, പക്ഷേ നല്ല ഇടയന്മാരല്ല. ഈശോ എന്നിട്ടെന്ന് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞു. നല്ല ഇടയൻ, ആ നല്ല ഇടയൻ്റെ പ്രത്യേകത എന്താണെന്ന് കർത്താവ് കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഇടയൻ എപ്പോഴും മുൻപേ നടക്കുന്നവനാണ്, പിൻപേ നടക്കുന്നവനല്ല ഇടയൻ. മുന്നേ നടക്കുന്നവനാണ് ഇടയൻ. എന്ന് പറഞ്ഞാൽ ആടുകളുടെ മുന്നേ സഞ്ചരിക്കുന്ന ഇടയൻ മുന്നിലുണ്ടാകുന്ന ഏതൊരു വഴിയും തെളിച്ചു കൊടുക്കും. ആ വഴിയിലുണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളും അവൻ വകഞ്ഞു മാറ്റും, തട്ടിമാറ്റും. വഴിയിൽ കാത്തിരിക്കുന്ന എല്ലാ വന്യജീവികളെയും അവൻ ഓടിക്കും. അവൻ ശത്രുക്കളെ പരാജയപ്പെടുത്തിയാണ് ദുർബലരായിട്ടുള്ള, നിസാരക്കാരായിട്ടുള്ള, മിണ്ടാപ്രാണികളായിട്ടുള്ള ഈ ആടുകളെ മേയിച്ച് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ കാലയളവിലുണ്ടായിരുന്ന ഇടയന്മാരെല്ലാവരും ആടുകളെ മുന്നേ വിട്ട് പിന്നെ സഞ്ചരിക്കുന്ന അലസന്മാരായിട്ടുള്ള ഇടയന്മാരായിരുന്നു. ഈശോ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഞാൻ മുമ്പിൽ നിന്നുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയും പ്രതിബന്ധവും നിങ്ങൾക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്ന ഇടയനാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈശോ നമ്മോട് പറയുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന ഇടയനാണ്. ഇവിടെയാണ് ഈശോ പ്രത്യേകം എടുത്തു പറയുന്നത്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള, മഹനീയമായിട്ടുള്ളൊരു മാതൃക കർത്താവ് നമുക്കിവിടെ കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നേഹത്തിന് നാനാവിധത്തിലുള്ള അർത്ഥങ്ങളുണ്ടെന്ന് പഠനമുണ്ട്. സ്നേഹത്തിന് പല രൂപങ്ങളും പല ഭാവങ്ങളും പല അർത്ഥങ്ങളുമുണ്ട്. ഈശോ ഇവിടെ പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് ആഴത്തിലുള്ള ഉന്നതമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ദർശനമാണ്. സ്നേഹത്തിൻ്റെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ
പിതാവിന് മാതാവിന് മക്കളോട് തോന്നുന്ന വാത്സല്യമാണ്, ഇഷ്ടമാണ്. ഒപ്പം തന്നെ കൂട്ടുകാർക്ക് പരസ്പരം തോന്നിക്കുന്ന സ്നേഹമാണ്. ഇതിനെ ഫീലിയൽ ലവ് എന്ന് പറയും. ഫീലിയ എന്നുള്ള വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. വാത്സല്യം, സൗഹൃദം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ വരുന്നത്. ഈ അർത്ഥത്തിൽ സ്നേഹത്തിന് ഒരു തലമാണുള്ളത്. എന്നാൽ രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് ദമ്പതിമാർ തമ്മിലുള്ള സ്നേഹമാണ്. ഈറോസ് എന്നുള്ള അർത്ഥമാണ്, വാക്കാണ് ഗ്രീക്ക് ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ച് കാണുന്നത്. ശാരീരികമായിട്ടുള്ള സ്നേഹം, ദമ്പതിമാർ തമ്മിലുള്ള സ്നേഹം, ഇവയൊക്കെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ സ്നേഹം, മൂന്നാമത്തെ തലത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പെ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അഗാപ്പെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വയം നഷ്ടപ്പെടുത്തി, സ്വയം ശൂന്യമാക്കി, വേദനകളും പ്രതിബന്ധങ്ങളും സ്വയം ഏറ്റെടുത്ത്, നഷ്ടം സഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹം ബലിയായിത്തീരുന്ന സ്നേഹത്തിൻ്റെ തലമാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 2 തലത്തിലുള്ള സ്നേഹത്തിനും ബന്ധങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അപ്പനും അമ്മയ്ക്കും മക്കളോടുള്ള ബന്ധം, മക്കൾക്ക് അപ്പനോടും അമ്മയോടുമുള്ള ബന്ധം, കൂട്ടുകാർ തമ്മിലുള്ള സൗഹൃദം, ഇവിടെയെല്ലാം ബന്ധം പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ സ്നേഹത്തിനും ബന്ധം പ്രധാനപ്പെട്ടതാണ്. ദമ്പതിമാർ തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്നാൽ മൂന്നാമത്തെ തലത്തിന് ബന്ധങ്ങളില്ല, അതിർവരമ്പുകളില്ല, അതിർത്തികളില്ല. അത് ആരിലേക്കും വ്യാപിക്കാവുന്ന തരത്തിൽ ഒരു വലിയ സ്നേഹത്തിൻ്റെ ദർശനം നമുക്ക് തരികയാണ്. അഗാപ്പയിൽ മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, ലിംഗവ്യത്യാസമില്ല. ഒരു തരത്തിലും അതിർവരമ്പുകൾ കൊണ്ട് അവയൊന്നും തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നില്ല. അതിർത്തികൾക്കപ്പുറത്തേക്ക് നീളുന്ന സ്നേഹത്തിൻ്റെ തലത്തെ ഈശോ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഈശോ പറയുന്നു, ഇതുപോലെയുള്ള ഒരു സ്നേഹമാണ് ഒരു ക്രൈസ്തവന്, ക്രിസ്തു ശിഷ്യന് ഉണ്ടാകേണ്ടത് എന്ന് കർത്താവ് പറയുന്നു. ക്രിസ്ത്യാനിക്ക് വർണ്ണ, വർഗ, ലിംഗവ്യത്യാസമില്ലാതെ, ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സ്നേഹത്തിൻ്റെ തലമുണ്ടായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഈ സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കും. ഈ സ്നേഹമുണ്ടെങ്കിലാണ് നമുക്ക് ഈ ആത്മീയ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പറയുന്നു. കാരണം അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. 13-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്നു. നോക്കിക്കേ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് അർത്ഥം തരുന്നത് സ്നേഹത്തിൻ്റെ ഈ ഭാവമാണ്, അഗാപ്പെ. അതായത് എനിക്കെന്തെല്ലാം വരങ്ങളും കൃപകളും ദാനങ്ങളും ആത്മീയ കഴിവുകളും ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ അത് ഒരു കൈത്താളം പോലെ, ചേങ്ങല പോലെ, ഒരർത്ഥമില്ലാത്ത വാക്കുപോലെ അത് അവസാനിക്കുമെന്ന് സുവിശേഷങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്ന സ്നേഹമെന്ന് പറയുന്നത് പരിത്യാഗത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ സ്നേഹതലങ്ങളാണ്. പൊതുവെ മനുഷ്യരിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യനെപ്പോഴും എക്സ്ക്ലൂസീവ് ആകാനുള്ള ഒരു ശ്രമമുണ്ട്. എക്സ്ക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റേത് മാത്രം, എൻ്റെ കുടുംബം, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ വണ്ടി, എൻ്റെ വീട്, എൻ്റെ പറമ്പ്, എൻ്റേത്, എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ്
നമ്മളൊരു ചെറിയ ലോകം തീർക്കുന്നവരാണ്. ഈശോ പറയുന്ന സ്നേഹമെന്ന് പറയുന്നത് ഇൻക്ലൂസീവായിട്ടുള്ള സ്നേഹമാണ്, സകലരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഭാഷ അതീതമാണ്. ആ സ്നേഹം വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി നിൽക്കുന്ന സ്നേഹമാണ്. ഏതൊരുവനെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തെ പറ്റിയാണ് ഈശോ നമ്മളെ അവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്ന് പറയുന്ന, അഗാപ്പെ എന്ന് പറയുന്ന ഈ സ്നേഹത്തിൻ്റെ തലത്തിലൂടെ നിത്യജീവൻ്റെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കാൻ, സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന താക്കോലായിട്ടത് മാറുമെന്ന് കർത്താവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പുനരുത്ഥാനത്തെ പറ്റിയാണ്. ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് പുനരുത്ഥാനത്തെ പറ്റിയാണ്. എന്താണ് പുനരുത്ഥാനമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോ പറയുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് ഈശോ ജനത്തെ പഠിപ്പിക്കുകയാണ്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് മരണം വരെയുള്ള ജീവിതത്തെ പറ്റിയാണ്. മരിക്കോളം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മുടെ ചിന്ത, നമ്മുടെ പ്ലാൻ, നമ്മുടെ പദ്ധതിയെല്ലാം. മരണശേഷമുള്ള ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തയും പദ്ധതിയും ഒന്നുമില്ല. കാരണം അതൊന്നും നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ഈശോ എന്താണ് പറയുന്നത്? ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് പറയുകയാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ പഠിപ്പിച്ചത് മരണശേഷം നിത്യജീവിതത്തിലേക്കുള്ള ഒരു വഴിയെപ്പറ്റിയാണ്. ഈശോ എന്താ പറയുന്നത്? ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കർത്താവ് ഈ പഠനം, ഈ പ്രബോധനം ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ലാസർ മരിച്ചു. ഈശോ 4 ദിവസത്തിനകം അവിടെ എത്തി അവനെ ഉയർപ്പിച്ചു. ഈശോ പറഞ്ഞു, ലാസറിൻ്റെ മരണം ശാരീരിക മരണമാണ്. എന്നാൽ ഞാൻ നിങ്ങളെ ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഞാനാണ് യഥാർത്ഥത്തിലുള്ള ജീവൻ, യഥാർത്ഥത്തിലുള്ള ഉയർപ്പ് ഞാനാണ്. ഞാൻ നിത്യജീവനാണ്, ഞാൻ പുനരുത്ഥാനമാണെന്ന് ഈശോ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ഈ ജീവിതം അവസാനിച്ചാലും യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവനുണ്ട്. ആ ജീവൻ ആത്മീയ ജീവനാണ്, നിത്യജീവനാണെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു കാര്യം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തെ ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആത്മാവിൻ്റെ ജീവനായിട്ടുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ച്, നിത്യജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാനും ഉറപ്പ് നൽകാനും വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈശോ സത്യം സത്യമായി എന്നുള്ള പ്രബോധനം നമുക്ക് നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനത്തിലാണ്. ഈശോ അവരെ പഠിപ്പിച്ചു സ്വർഗത്തിലേക്കുള്ള വഴി, പിതാവിലേക്കുള്ള വഴിയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ എന്താണ് അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല. അതായത് പാപം മൂലം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് പിതാവുമായിട്ടുള്ള ബന്ധമാണ്. സ്വർഗമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്വർഗമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ എത്തിച്ചേരേണ്ട ഇടം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഈ സ്വർഗത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഈ യാത്ര സുഖകരമായി നമുക്ക് നടത്തി അവിടെ എത്തിച്ചേരാൻ പറ്റണമെങ്കിൽ നമുക്കൊരു വഴി ആവശ്യമുണ്ട്. നമുക്ക് യഥാർത്ഥത്തിലുള്ള അറിവ് ആവശ്യമുണ്ട്. നമ്മൾ സത്യം അറിയേണ്ടതുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരികെ കിട്ടേണ്ടതുണ്ട്. ഈശോ എന്താണ് പറയുന്നത്? നിത്യജീവനിലേക്കുള്ള വഴി ഞാനാണ്. യേശുവിൻ്റെ വഴിയിലൂടെ നടന്നാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. എന്താണ് യേശുവിൻ്റെ വഴി എന്ന് പറയുന്നത്? അത് സുവിശേഷത്തിൻ്റെ വഴിയാണ്, അത് കുരിശിൻ്റെ വഴിയാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ വഴിയിലൂടെയും
കുരിശിൻ്റെ വഴിയിലൂടെയും ചരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ഈശോ പറഞ്ഞു, ഞാൻ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് സത്യം? സത്യം എന്ന് ഈശോ പറയുന്നതിലൂടെ ഈശോ ഒരു കാര്യം വേർതിരിച്ച് കാണിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന എല്ലാ അറിവുകളിലും മായം കലർന്നിട്ടുണ്ട്. പല അറിവുകളും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പലതും ആത്മീയമായിട്ടുള്ള ജീവന് ഉതകുന്നതല്ല. എന്നാൽ ഞാൻ സംസാരിക്കുന്ന വചനം തന്നെ സത്യമാണ്. ആ വചനമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശുക്രിസ്തു മാത്രമാണ് സത്യം. യേശുവിൻ്റെ വചനം മാത്രമാണ് സത്യം പറയുന്നത്. ഈ സത്യത്തിലൂടെയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവൻ എന്നെ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിത്യജീവനിലേക്കുള്ള വഴിയും അതിലേക്കുള്ള അറിവും ആ നഷ്ടപ്പെട്ടു പോയ ജീവനും തിരികെ തരാൻ എനിക്ക് കഴിയുമെന്ന് ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. അവസാനമായിട്ട് കർത്താവ് അവരെ പഠിപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്. പിതാവ് നട്ടിരിക്കുന്ന സാക്ഷാൽ മുന്തിരിച്ചെടി, സത്യമായ മുന്തിരിച്ചെടി ഞാനാണെന്ന് ഈശോ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ മുന്തിരിച്ചെടിയെ പറ്റി പറയുമ്പോൾ യഹൂദന്മാരുടെ മനസ്സിൽ വലിയൊരു ചിത്രം കടന്നു വരും. കാരണം അവരുടെ കാർഷിക വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയാണ് മുന്തിരി ചെടികൾ എന്ന് പറയുന്നത്. കാരണം അവരുടെ ഭക്ഷണത്തിൻ്റെ വിപണനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗോതമ്പും മുന്തിരിയും എന്ന് പറയുന്നത്. അങ്ങനെ അനേകം മുന്തിരിത്തോട്ടങ്ങൾ ഇസ്രായേലിലുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ മുന്തിരി ചെടിയോടാണ് ഇസ്രായേൽക്കാരെ ഉപമിക്കുന്നത്. ഫലം തരാത്ത മുന്തിരിച്ചെടിയായി ഇസ്രായേൽക്കാർ മാറി എന്നുള്ള പലതരത്തിലുള്ള ഉപമകൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണും. ഈശോ എന്താണ് പറയുന്നത്? ഞാനാണ് യഥാർത്ഥത്തിലുള്ള മുന്തിരി, ഫലം തരുന്ന മുന്തിരി, ഫലം ചൂടുന്ന മുന്തിരി ഞാനാണെന്ന് ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മുന്തിരിച്ചെടിയാണെന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോ എന്താണ് തന്നെ കേൾക്കുന്ന ജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ മുന്തിരിച്ചെടിയിലെ ശാഖകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ ശാഖകൾ തായ്തണ്ടാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നാൽ മാത്രമാണ് അതിന് ജീവരസം ഊറ്റിയെടുത്ത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഫലങ്ങളില്ലാത്തതിൻ്റെ കാരണം നിങ്ങൾ തായ്തണ്ടാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണെന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈശോ എന്താണ് നമ്മളോട് ഇന്നേ ദിവസം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം? ഈശോയാകുന്ന തായ്തണ്ടിനോട് നമ്മൾ ചേർന്ന് നിന്നാൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. തന്നെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ജീവരസം, കൃപാവരം, പ്രസാദവരം നിങ്ങളിലേക്ക് ഒഴുകിയെത്തണം. ആ പ്രസാദവരം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് ആത്മീയ ഫലങ്ങൾ നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മർമ്മങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ എന്താണ് നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്ന വലിയ ദൈവീക രഹസ്യം? ഒന്നാമത്തെ രഹസ്യം, ഞാനാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഇടയൻ. മറ്റേതെങ്കിലും ഇടയന്മാരുടെ പിന്നാലെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ആത്മീയ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് കർത്താവ് അഗാപ്പെ എന്നുള്ള സ്നേഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ഒരു ദിവ്യകാരുണ്യ സ്നേഹ സംസ്കാരത്തെക്കുറിച്ച്, സ്വയം നഷ്ടപ്പെടുത്തി സ്നേഹിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ഈശോ വീണ്ടും എന്താ പറഞ്ഞത്? ഞാനാണ് നിങ്ങൾക്ക് നിത്യജീവൻ തരുന്നത്, പുനരുത്ഥാനവും ജീവനും ഞാനാണ്. ഈ ലോക ജീവിതത്തിന് ശേഷം നിങ്ങൾക്ക് ജീവൻ തരാൻ പോകുന്ന നിത്യജീവൻ ഞാനാണ്, ഉയർപ്പ് ഞാനാണ്. ഈ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതമെന്ന് ഈശോ പഠിപ്പിച്ചു. വീണ്ടും ഈശോ നമ്മളെ പഠിപ്പിച്ചു, ഞാനാണ് യഥാർത്ഥത്തിലുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി. എന്നിലൂടെ മാത്രമാണ് പിതാവിൻ്റെ പക്കലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. വീണ്ടും ഈശോ നമ്മളെ പഠിപ്പിച്ചു, ഞാനാണ് യഥാർത്ഥത്തിലുള്ള മുന്തിരി. എന്നോട് ചേർന്ന് നിന്നാൽ, അബൈഡ് ഇൻ മീ, എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും
ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. ആത്മീയ ഫലങ്ങളുള്ളവരായി നിങ്ങൾ മാറുമെന്ന് ഈശോ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സത്യ പ്രബോധനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ഈ പ്രബോധനങ്ങളിലൂടെ ആത്മീയ നവീകരണത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വചന ശുശ്രൂഷയിലൂടെ ഈശോ നമ്മളേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും.